ഓം സർവേഗം തത്വമസി. എല്ലാ ദർശന ശ്രോതാക്കൾക്കും ഗുരുനാമത്തിൽ പ്രണാമം. ഞാൻ വർണ്ണ മിഹേ. ഞങ്ങളുടെ ഗുരു ശ്രീ ശിവസായുമായി ആത്മീയതയിലെ വളരെ പ്രധാനപ്പെട്ട മുക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള വിലയേറിയ ഒരു ചെറിയ അഭിമുഖമാണ് ഞങ്ങളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ അഭിമുഖം നമ്മളിവിടെ നടത്തുന്നത് ഗുരുവിൻ്റെ ഭവനത്തിൽ വെച്ചാണ്. ഇതിലേക്ക് എല്ലാ ദർശന ശ്രോതാക്കളെയും ഗുരു ശ്രീ ശിവസായി വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുരുനാഥന്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തി അവരെ പ്രശ്ന പരിഹാരം തേടിയിട്ടായിരിക്കും വരുന്നുണ്ടാവാം. ആ ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെയാണ് മോക്ഷമാർഗത്തിലേക്ക് എളുപ്പമല്ല. മോക്ഷം എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്നതുമല്ല. അത് വളരെ അങ്ങാകലെ ദൂരം. അപ്പോൾ സാധാരണക്കാർക്ക് പ്രധാനമായിട്ട് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അവരുടേതായ കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾ, തൊഴിൽ മേഖല പ്രശ്നങ്ങൾ, ഇങ്ങനൊക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിനൊക്കെ ഒരു പരിഹാരം നടക്കുമെന്നുള്ള രീതിയിലാണ് സാധാരണക്കാർ കൂടുതലും ആധ്യാത്മികത എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ എത്തിപ്പെടുന്നത്. ഇവക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനാണ്. മോക്ഷം എന്ന് പറയുന്നത് ഇതിനെ ഉപേക്ഷിക്കുന്നിടത്താണ് മോക്ഷം സ്റ്റാർട്ടാവുന്നത്. അത് പെട്ടെന്ന് കാര്യമില്ല. പ്രശ്നമില്ലേ? ഈ വക ആദിവ്യാധികൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നിടത്തുനിന്നാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത തുടക്കം കുറിക്കുന്നത്. അത് ചെന്ന് അവസാനിക്കുന്നത് മോക്ഷത്തിലാണ്. അപ്പൊ ഒരു ജീവന്റെ ലക്ഷ്യം മോക്ഷമാണ്, മുക്തിയാണ് എന്നർത്ഥം. മുക്തി മോക്ഷം ഒന്നാണ് കേട്ടോ സാധിച്ചൊക്കെ. പിന്നെ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ ഹിന്ദു ഹൈന്ദവ ദൈവശാസ്ത്രത്തിൽ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. എങ്ങനെ ഏത് മാർഗത്തിൽ പോയാലും മോക്ഷം പ്രാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, ഉദ്ദേശം. ഒരു ആത്മാവിൻ്റെ, ഒരു ജീവാത്മാവിൻ്റെ ലക്ഷ്യം പുനരാവൃത്തി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുക, വിവാസനരഹിതമായ ഒരു അവസ്ഥയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. വിവാസനകൾ മുഴുവനും ആത്മാവിലാണ് ആവരിച്ചിരിക്കുന്നത്. അപ്പോൾ മോക്ഷം ആത്മാവിനെ അല്ല വിഷയങ്ങൾക്കാണ്. മനസ്സിലായില്ലേ? ആത്മാവ് സദാ മോക്ഷദായകനാണ്. അത് ബന്ധനത്തിൽ വിട്ടുകിടക്കണമെന്നുള്ളൂ. ആ ബന്ധന കാരണമായിരിക്കുന്ന അവസ്ഥയെ നീക്കിയ മോക്ഷമായി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അസ്തിത്വം എന്താണെന്നുള്ളത് അറിയാം. ഈശ്വരംശമാണ് ആത്മവംശം, ആത്മാവ്, ആത്മാവ്. അതിനവസാനം നമ്മൾ സാക്ഷാത്കരിക്കുന്ന ഒരവസ്ഥയാണ് മോക്ഷം. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. നമ്മളിപ്പോൾ ആഗോള തലത്തിൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ കണ്ടാൽ മനുഷ്യകുലത്തിൽ ഭൂരിഭാഗവും ഈ ആധുനിക ലോകത്ത് ഓരോരുത്തർക്കും ഒതുങ്ങുന്ന ജീവിതം ഉണ്ടല്ലോ. ആ ജീവിതം സുഖപ്രദമാക്കണം എന്ന് പറഞ്ഞാൽ ലൗകിക സുഖങ്ങൾ പരമാവധി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അവർക്ക് വേണം. അതിന് എന്താണ്? അതിന് അവർ ദൈവത്തെയും കൂട്ടുപിടിക്കണം. മറ്റു താന്ത്രിക മാന്ത്രിക അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ, ജ്യോതിഷം, അങ്ങനെ പറയുന്ന നമ്മുടെ എല്ലാ ആധ്യാത്മിക തലത്തിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രാരാധനകൾ, അവിടെ നടക്കുന്ന ആധ്യാത്മിക കർമ്മങ്ങൾ, ഇവിടെയൊക്കെ ഭൂരിഭാഗവും നമ്മളുടെ ഭൂമിയിലെ ലൗകിക സുഖം പുഷ്ടി വരുത്താനാണ്. അതിനെന്താണ് തടസ്സം എന്നുള്ളതാണ്. ഈ തടസ്സങ്ങൾ നീങ്ങാനാണ് നമ്മൾ ഇപ്പോൾ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ആള് തിരിച്ചിരിക്കുന്നത്. പക്ഷെ അത് ആത്മീയത അല്ല. അത് ആത്മീയത ഇതൊക്കെ അവസാനിക്കുന്നതോടത്ത് ആത്മസമ്മതമായ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മബോധത്തെ തിരിച്ചറിയുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ആത്മീയതയുടെ പടവുകൾ തുടങ്ങുന്നത്. അവിടെ ഇതൊക്കെ അവസാനിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊന്നും അവിടേക്ക് വേണ്ട. അവിടെ ഇതൊക്കെ തടസ്സമാണ്. അതുകൊണ്ടാണ് ഈ മോക്ഷം എല്ലാവരും പറയുന്നുണ്ട്. അയ്യോ മോക്ഷം വേണം. ഇപ്പോൾ ക്ഷേത്രങ്ങളിലായാലും ഇപ്പോൾ ശബരിമലയിലൊക്കെ പോയാലും മോക്ഷദായകനാണല്ലോ അവിടെ ഇരിക്കുന്നു പറയുന്നത്, അയ്യപ്പൻ്റെ സാന്നിധ്യം. അപ്പോൾ അവിടെയൊക്കെ പോകുന്നത് മോക്ഷം എന്നാണ്. പക്ഷെ ജീവിതത്തിൻ്റെ മറ്റൊരു മേഖല, ഇപ്പോൾ ഈ പറയുന്ന ലൗകിക ജീവിതത്തിൻ്റെ പിൻഭാഗം അപ്പുറം വേറൊരു മേഖലയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്, മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ മുക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ
അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ പരമലക്ഷ്യം ജീവാത്മാവിന്റെ മുക്തിയാണ് താനും. മുക്തിക്ക് ഇതൊന്നും വേണ്ട. ഇതൊക്കെ അവസാനിക്കുന്നിടത്താണ് മുക്തിയുടെ അവസ്ഥ കിടക്കുന്നത്. അപ്പൊ അതെങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് ആചാര്യന്മാര് ചില നമ്മുടെ ഗുരുക്കന്മാര് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഭക്തി മാർഗ ദ്വൈതഭാവം എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, ഇവിടെ തിരിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ദ്വൈതം അദ്വൈതം എന്നൊക്കെ അതിന് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ദ്വൈതഭാവത്തിലൂടെ നമ്മൾ മെല്ലെ 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 ഈശ്വരീയമായ ആരാധന സംബന്ധിച്ചാൽ പ്രതീകാത്മകമായ രീതിയിലൂടെയൊക്കെ കണ്ട് ഓരോരുത്തർക്ക് ഒതുങ്ങുന്ന രീതിയിലൂടെ കണ്ട് മനസ്സിലാക്കി അതിലൂടെ മറിഞ്ഞിരിക്കുന്ന ദിവ്യ ചൈതന്യം, ദിവ്യത്വം, അതിനൊക്കെ മനസ്സിലാക്കി ആസ്വദിച്ച് നമ്മൾ ഈ തന്നിരിക്കുന്ന ജീവിതം, അതിലെ ജീവിതത്തിനോട് വിരക്തി ഒക്കെ വരണം. മനസ്സിലായോ? ഇവിടെ എങ്ങനെ വിരക്തി വരുന്നേ? കാരണം ഇവിടെ നമുക്ക് മുഴുവനും ഈ മായ ലീലകളാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലാണ് പ്രകൃതിയുടെ സെറ്റപ്പ്. അപ്പോൾ ഒന്ന് കഴിയുമ്പോഴേക്കും മറ്റൊന്ന് സ്റ്റാർട്ടായി, അത് കഴിയുമ്പോഴേക്കും വേറൊന്ന് സ്റ്റാർട്ടായി. ഇതനുസരിച്ച് പ്രശ്നങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. അപ്പൊ ഇവയൊക്കെ നീക്കപ്പെട്ടാൽ മാത്രമേ മുക്തി നമ്മുടെ ആത്മാവിന് കിട്ടുള്ളൂ. അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അത് സാധനക്കാർക്ക് പറ്റില്ല. ആഗ്രഹം ഉണ്ടാവാതിരിക്കാം, പ്രയത്നിക്കാൻ തയ്യാറല്ല. ഇപ്പൊ എൻ്റെ അടുത്ത് ഇവിടെ പല ആളുകളും വരുന്നുണ്ട്, ആർക്കും മുക്തി വേണ്ട. ആദ്യം പറയും മുക്തി വേണമെന്ന്. പക്ഷെ മുക്തിയിലേക്ക് പോകുന്ന ആ വാതില് തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വഴി കാട്ടി കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ഒരു ധാരണ പറഞ്ഞു വരുമ്പോഴേക്കും പിന്നെ അവര് ഈ ഭാഗത്തേക്ക് വരില്ല. മനസ്സിലായോ? കാരണം അവർക്ക് ലൗകിക സുഖമാണ്. അപ്പൊ അവിടെ ഭോഗസുഖമാണ് ആഗ്രഹിക്കുന്നത്. മറ്റേത് യോഗസുഖമാണ്. മുക്തിയിൽ യോഗ, മനസ്സിലായല്ലോ? പരമാത്മാ ജീവാത്മാ എന്നൊക്കെ പറയുന്ന അതവിടെ അഖണ്ഡബോധ തലത്തിലേക്ക് നമ്മുടെ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഉണ്മയുണ്ടല്ലോ, അതിനാണ് ബോധം എന്ന് പറയുന്നത്. ബോധമാണ്, ബോധത്തിന്റെ അംശമാണ് നമ്മളിൽ. അത് ജ്ഞാനത്തിന്റെ രൂപത്തിൽ, പൊരുളിന്റെ രൂപത്തിലുള്ള നമ്മളിൽ ഇരിക്കണേ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ കുറെ സമയം ചെലവഴിക്കണം. ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷെ സാധനക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനു വേണ്ടി എല്ലാം ത്യജിച്ച് ഏകമാകുന്ന അത് ഏകത്വമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അനത്വം ഞാൻ പലതും പറയാറുണ്ടല്ലോ. ഇതിനൊക്കെ മനസ്സിനെ പിന്തിരിപ്പിച്ച്, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച്, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ വേണം ഈ മോക്ഷത്തിലേക്ക് പോകാൻ, മുക്തിയിലേക്ക് പോകാൻ, മുക്തമാക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ലൗകിക ജീവിതം അവസാനിക്കുന്നിടത്തു നിന്നാണ് മുക്തിയുടെ പടികൾ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ വരുന്നവർ 99% ആളുകളും ഈ ലൗകിക പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത്. ഒക്കെ വ്യത്യാസ രീതികളാണെങ്കിലും കൂടി എല്ലാവർക്കും ലൗകിക സുഖങ്ങൾ കിട്ടണം. അതിന് ഞങ്ങൾ എന്താ ചെയ്യുക? അതിനൊരു വഴി പറഞ്ഞു തരൂ. അത് അവർക്ക് ഒതുങ്ങുന്ന രീതി പറയുകയും വേണം. ഒക്കെ എന്താ പറയാ, പഴം മാതിരിയാണ്, വേഗം ഇൻസ്റ്റാറ്റാണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ആ രീതിയിലാണ് ഈ സംഭവങ്ങളുടെ ഒക്കെ രീതി. അപ്പോൾ ചിലവർ വരും, എന്തെങ്കിലും കുടുംബകലഹോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും. അപ്പോൾ തോന്നും നമുക്ക് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് തിരിയാന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അവർ കുറച്ച് നാളൊക്കെ വന്ന് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ കുടുംബത്തെ കുറിച്ചുള്ള ഓർമ്മ വന്നു, അവരെ കുറിച്ച് ഓർമ്മ വന്നു, അമ്മേനെ കാണണം, അച്ഛനെ കാണണം, കുട്ടികളെ പോലെയൊക്കെ ആവും. അപ്പോൾ അവിടെ മോശം പോയി, ഒക്കെ പോയി, ആത്മീയ ജീവിതമൊക്കെ പോയി. അപ്പോൾ എന്നാൽ ഇത് വളരെ എളുപ്പമാണ്. ഈ മുക്തി കിട്ടുക എന്താ കാരണം? നമ്മളുള്ളിലിരിക്കുന്നു, ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന വസ്തുത തന്നെയാണ് നാം എന്ന് അറിയുന്ന ഒരു അവസ്ഥയുടെ സവിശേഷതയാണ് ഈ പറയുന്ന മുക്തിയുടെ ഭാവം. മനസ്സിലായോ? നമ്മുടെ ഈ സ്ഥൂലഘടനയുണ്ടല്ലോ, ശരീരം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പ്രകാശം കൊണ്ടാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ പ്രകാശിക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിയുക, അതിനെ സ്വതന്ത്രമാക്കുക. ഈ പറയുന്ന വാസന, നമ്മുടെ പൂർവികര സംസ്കാരങ്ങൾ അതുപോലെ കിടക്കുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതിന് സാധനാത്മകമായ കുറേ
കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളൊക്കെ പഠിപ്പിച്ച് മനസ്സിനെ പഠിപ്പിക്കണം. അതിനെ മെരുക്കിയെടുക്കണം. അങ്ങനെയൊക്കെ കൊണ്ടുവരേണ്ടി വരും. അതിന് തയ്യാറല്ല ഭൂരിഭാഗം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ജപം അല്ലെങ്കിൽ പ്രാർത്ഥന, ധ്യാനം ഇതൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതിലൂടെ അവർക്ക് കുറെ മനഃശാന്തി കിട്ടുന്നുണ്ട്, കുറെ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് പിന്തിരിയാൻ കഴിയുന്നുണ്ട്. അതനുസരിച്ചിട്ട് പഴയ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ ഒരു പരിവർത്തനത്തിന് കുറച്ച് കാരണക്കാവണമുണ്ട്. ഇവിടെ ഇവിടെ വരുന്നവർക്ക് അത് കിട്ടുന്നൊക്കെ ഉണ്ട്. ഒക്കെ ശരിയാണ്, വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പൊ 100 പേര് വന്നാല് ഇവിടെ ഇപ്പൊ 100 കണക്കിന് ആൾ വന്നു പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് ആൾ വന്നു പോകുന്നുണ്ട്. പൈസ ഒന്നും മേടിച്ചിട്ടല്ല കേട്ടോ. ഇങ്ങനെ ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, വെറുതെ കിട്ടാന്ന് വിചാരിച്ച സ്വാഭാവികമാണ്. പക്ഷെ നമ്മളത് കിട്ടിയ ജ്ഞാനം നമുക്ക് ദാനമായിട്ട് കിട്ടിയ നമ്മൾ ദാനമായിട്ട് കൊടുക്കണം. ഓരോ ജീവാത്മാവ് രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചാൽ, രക്ഷപ്പെടുന്ന പറഞ്ഞാൽ അറിവ് കിട്ടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇരുട്ട് പോകുന്നത്. ആ രക്ഷപ്പെടുന്നത് ഞാൻ പറയണേ, മനസ്സിലായില്ലേ? അറിവില്ലാണ്ടാണ് നമുക്ക് ദുഃഖത്തിനും സുഖത്തിനും കാരണം. അപ്പൊ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, അവരെ അതിൽ നിന്ന് മുക്തമാക്കും. മുക്തമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മൾ അതിനുള്ള ഉപാധികൾ, ചെറിയ ചെറിയ അവർക്ക് പറ്റാവുന്ന ഉപാധികൾ. അപ്പം വരുന്നവരൊക്കെ വ്യത്യസ്ത ജീവിത ക്രമത്തിൽപ്പെട്ടവരാ. എല്ലാവർക്കും ഒരു രീതി പറ്റൂല, വലിയ വിഷയമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മെനഞ്ഞ് അതിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അതിന് വേണ്ടുന്ന ഇപ്പോൾ ആരാധനയ്ക്ക് വേണ്ടുന്ന എല്ലാ മന്ത്രങ്ങളായാലും അർച്ചനകളായാലും പ്രാർത്ഥനാകൃതികളായാലും ഇപ്പോൾ സഹസ്ര നാമ ജപം ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഉണ്ട്, ചെറിയ ഹോമങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? ഓരോരുത്തരുടെ മാനസിക കെട്ടുകൾ ഏത് രീതിയിൽ പോകുന്നുവോ ആ രീതിയിലാണ്. ഇവിടെ മറ്റതില്ല എന്ന് പറഞ്ഞാൽ ആഭിചാരക്രിയകളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. തന്ത്രം എന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്കൊരു മാനസിക പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതിൽ കിട്ടിയ അറിവാണത്. ഈ അറിവാണ് ഞാൻ ഈ വരുന്നവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് വേദങ്ങളിൽ പ്രമാണങ്ങളിൽ കാണുന്നുണ്ട്. അത് ഈ കുണ്ടലിനി യോഗ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ പതഞ്ജലിയുടെ കുണ്ടലിനി യോഗയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോ ഒരുപാട് പേരും അത് മനസ്സിലാക്കി വരുന്നത്. ശരി. അപ്പോൾ അതിൽ ആ സാധനകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന പരിവർത്തനമുണ്ട്. വെച്ചാൽ അഷ്ടയോഗത്തിലൂടെ നമ്മൾ കുണ്ടലിനി നല്ല രീതിയിൽ പോകണം. കുണ്ടലിനെ പല രീതിയിൽ, കുണ്ടലിനി എന്ന് പറയുന്നത് അല്ലാണ്ടും കുണ്ടലിനിയുടെ സാന്നിധ്യം ഉണ്ടാവാം. വെച്ചാല് അതൊരു ബോധ അവസ്ഥയാണ്. മനസ്സിലായോ? ആ ബോധോദയം പല കാരണങ്ങളുണ്ടാവാം. ഇപ്പൊ നിങ്ങൾ തിയറിക്കലായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കുണ്ടലിനെ ഉണർത്തി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഷഡാധാരങ്ങളും സൂക്ഷ്മനാടിയിലൂടെ പിങ്കള എന്നൊക്കെ പറഞ്ഞ് അക്ഷയോഗത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതല്ല, അത് അതിന്റെ തിയറിയിലൂടെ പോകുന്നു. അല്ലാതെയും ഈ പറയുന്ന ഒരു അവസ്ഥ വന്നു ചേരാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ വന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതെന്റെ വ്യക്തിപരമാണ്. ഇത് ആളുകളോടൊന്ന് പറയാനും ചില വിദ്വാൻമാരും പണ്ഡിതന്മാരും ചിലപ്പോൾ അതൊന്നും അംഗീകരിച്ചിരിക്കില്ല. മനസ്സിലായില്ലേ? അത് അവരുടെ കാഴ്ചപ്പാട്. പക്ഷെ ഇതിപ്പോ എൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവം ഞാൻ അത് എന്താണെന്ന് പരിശോധിച്ചത് ഗ്രന്ഥങ്ങളിലൂടെയാണ്. ഈ പ്രധാനപ്പെട്ട ആചാര്യന്മാർ ഗുരുക്കന്മാരുണ്ടല്ലോ, അപ്പൊ അതിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായത് ഒരു ഞാൻ പറയാറുണ്ട്, കുറെ കൊല്ലങ്ങൾക്ക് മുന്നേ എനിക്ക് ഒരു സംഭവം അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ 10-20 കൊല്ലങ്ങളായല്ലോ. അതിനനുസരിച്ച് എത്രയോ ജനം വന്നു പോയിട്ടുണ്ടാകും. ഇവർക്കൊക്കെ എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഭൂരിഭാഗം പേർക്കും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു പരിവർത്തനം വരാണ്ട് പോയിട്ടില്ല. അപ്പൊ അതൊരവസ്ഥയാണ്. അവസ്ഥയുടെ മഹത്വം കൊണ്ടാണ് അത് നമ്മൾ അനുഭവിച്ചറിയണം. നമ്മളിൽ പ്രകടമാവുന്നതാണ്, പുറത്തൊന്നുമില്ല. അപ്പൊ അവർക്ക് ഇപ്പോ ഇവിടെ വരുന്ന ഒരു വ്യക്തിക്ക് അവന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച അവനിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അവൻ മനസ്സിലാകാണ്ട് വരുമ്പോഴാണ് അവനത് പ്രശ്നമായിട്ട് മാറുന്നത്. അവനതിനെ അംഗീകരിക്കുന്നുമില്ല, അവനത് മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല. അതിന് അവൻ ആത്മശോധന ചെയ്യണം. മനസ്സിലായില്ലേ? അതിനുള്ള സാഹചര്യം ഒന്നും ഒരു ഗൃഹസ്ഥാശ്രമി കുടുംബം പോറ്റി പോകുന്ന ഒരു സാധാരണക്കാരനൊന്നും പറ്റില്ല. അപ്പൊ അവനിൽ അത് സ്വാഭാവികമായിട്ട് അതിവ്യാധിയായിട്ട് മാറുകയാണല്ലോ ചെയ്യുന്നത്. അതിന് നമ്മൾ ഈ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവന് മാറ്റങ്ങൾ വരും. അങ്ങനെ അവൻ സ്വാഭാവികമായിട്ടും അതിനിപ്പോ ഞാനിപ്പോ പല കാര്യങ്ങൾ, ഒരു കാര്യം മാത്രമല്ല പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഒരു പ്രതീകം തയ്യാറാക്കിയിട്ടുണ്ട്. ഫസ്റ്റില്
അത് കൊടുക്കും. പിന്നെ പ്രാർത്ഥന ബുക്ക്, പിന്നെ ധ്യാനം, ജപം, ഇതൊക്കെ കൂടെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി അയാൾക്ക് ഒരു എന്താ പറയുക, ഒരു മൂഡ് ഉണ്ടാക്കിയെടുക്കും, ഒരു സ്പിരിച്വൽ മൂഡ് ഉണ്ടാക്കിയെടുക്കും. ഭക്തി കൊണ്ട്, ഭക്തി പ്രധാന ഘടകമാണ്. ഭക്തി കൊണ്ട് തന്നെ മോക്ഷത്തിലേക്ക് എത്താം, വൈരാഗ്യം കൊണ്ട് എത്താം, വിരക്തി കൊണ്ട്, വൈരാഗ്യ വിരക്തികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എത്താം, ജന്മസിദ്ധമായിട്ടാവാം, ഇടയ്ക്ക് വെച്ച് ആവാം. അപ്പോൾ അതൊക്കെ സാഹചര്യങ്ങളിൽ പോലെ ഇരിക്കും ഓരോ വ്യക്തികൾക്ക് വന്നു ചേരുന്നത്. അങ്ങനെ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തിയറി ആയിട്ട് പഠിച്ച് സാധക കഠിന അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തും ഇതിനെ ചില ഈ ഒരു അവസ്ഥ നല്ല രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ദോഷം ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം അതിലേക്ക് ആർക്കും ഭൂരിഭാഗം വരുന്ന താല്പര്യം ഉണ്ടാവില്ല. കാരണം പൂർണ്ണമായും ലൗകിക തലത്തിൽ നിന്നുള്ള സംസ്കാരം എന്ന് പറഞ്ഞ അറ്റാച്ച്മെന്റ്, നമുക്ക് ഓരോന്നിനോടുള്ള വാസനകൾ പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിൽ നിന്ന് നീക്കി നിർത്തണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള ഒരു ബന്ധനവും പാടില്ല. അപ്പോൾ പലതിനും നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെയും പലതിനും നീക്കി നിർത്തേണ്ടി വരും. അപ്പോൾ മനസ്സിലായി, അതിനവർ തയ്യാറായിരിക്കില്ലല്ലോ. ഓരോന്നിനും തയ്യാറായിരിക്കില്ല. അവർക്ക് സമ്പത്ത് വേണം, പേര് വേണം, പ്രസക്തി വേണം, സുഖമായിട്ട് ലൗകിക ജീവിതം ജീവിച്ച് ഇവിടെ തിമിർത്ത് സുഖം, അതാണ് അവരുടെ സുഖം. അത് ഭോഗസുഖമാണ്. മനസ്സിലായോ? ഭോഗസുഖമാണ്, ഭോഗിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ആ തലത്തിൽ ഈശ്വരനെ അല്ലെങ്കിൽ ഭക്തിയോ ഏതെങ്കിലും രീതിയിൽ ആധ്യാത്മിക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞത് അതിനെ ഉപേക്ഷിക്കുന്നിടത്തുനിന്നാണ്. അത് യോഗസുഖമാണ്. യോഗസുഖമാണ് നമ്മുടെ ആത്മാവിനെ പരമാത്മാവായിട്ട് ബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്മയെ ഈ പറയുന്ന സത്യത്തിലേക്ക്, ആ ചൈതന്യത്തിലേക്ക്, ഉണ്മയിലേക്കോ അഖണ്ഡബോധത്തിലേക്കൊക്കെ ലയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു താപ്യം പ്രാപിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇതൊന്നും വരാൻ പാടില്ല, ഈ വക സംഭവങ്ങളൊന്നും കയറി വരാൻ പാടില്ല. ശുദ്ധമായിരിക്കണം. അവിടെ പരമമായ ഒരു ശുദ്ധബോധം, ചിത്തശുദ്ധി എന്നൊക്കെ പറയില്ലേ, മനഃശുദ്ധി വേണം, ഹൃദയശുദ്ധി വേണം, പിന്നെ ബോഡിയിൽ പലവിധ പരിവർത്തനം വരണം. ബോഡീനെ നമ്മൾ അതേമാതിരി അടിച്ചു പണിയൊക്കെ വരും. ഇതിനൊന്നും അവർ തയ്യാറല്ല. യോഗം ഉണ്ടെങ്കിൽ തന്നെ നടക്കും. നമ്മൾ വിചാരിക്കാണ്ട് തന്നെ അതിലേക്ക് വരികയാണ്. ഞാനിതിൽ വിചാരിക്കേണ്ടി വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് സ്പഷ്ടമായിട്ട് ഒരു പറയാൻ കഴിയൂ. ചില ആളുകൾ ഇതിന്റെ പിന്നാലെ നടന്നിട്ട് കിട്ടണില്ല, വർഷോളം നടന്നിട്ട് കിട്ടണില്ല. അവർക്ക് ആ അവസ്ഥ പ്രാപിക്കാൻ പറ്റില്ല എന്ന്. അത് ചിലത് പെട്ടെന്ന്. അപ്പൊ ഞാനൊക്കെ ഇത് വരുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ച് വന്ന ആളല്ല. ഇതിലേക്ക് ഇപ്പോഴല്ല, ഞാൻ 19 കൊല്ലത്തെ കാര്യമാണ് പറയണേ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇടറി വീണ ഒരാളാണ്. അപ്പോൾ ഞാൻ വന്ന വഴികൾ ലൗകികമായ തലത്തിലൂടെയാണ്. അപ്പോൾ അവിടുത്തെ സുഖങ്ങളൊക്കെ എനിക്കറിയാം. അത് മാറ്റി നിർത്തിയിട്ടാണ്, അതൊക്കെ നീക്കി മാറിയതിന് ശേഷമാണ് ഞാൻ ഇപ്പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇതും എനിക്കറിയാം, എനിക്ക് 2 ഭാഗവും അറിയാം. അപ്പോൾ ലൗകികവും ഈ ആത്മീയവും സമന്വയിച്ച് പോകാൻ പറ്റും. എങ്ങനെ ശരീരവും ആത്മാവും യോജിച്ചു പോകുന്നുവോ, അവർ തമ്മിൽ യോജിക്കില്ല, പക്ഷെ യോജിച്ച് പോകുന്നുണ്ടോ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പ്രകൃതി ആണ് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതമാകുന്ന ടച്ച് ഉണ്ട്. മനസ്സിലായില്ലേ? പലതുണ്ട്. അതൊക്കെ നമ്മൾ അതിലേക്ക് വരുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനൊന്നും ഉള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ അവര് മറ്റു ഉള്ള ഭക്തിമാർഗത്തിൻ്റെ അല്ലെങ്കിൽ ദ്വൈതഭാവങ്ങളുടെ മറ്റു പല കാര്യങ്ങളും അവർ സമയം ചെലവ് ചെയ്യാനും ഒക്കെ തയ്യാറാണ്. അവരെന്തിനും തയ്യാറാണ്, പൈസ ചെലവ് ചെയ്യാനോ. പക്ഷെ ഇതിന് ആ വഴിയല്ല, ഇത് വേറെ വഴിയാണ്. ഉപേക്ഷയാണ് ഇവിടെ. അതൊക്കെ ഉപേക്ഷയാണ്. ഉപേക്ഷിക്കുന്നിടത്തു നിന്നാണ്, സർവവും ഉള്ളുകൊണ്ട് ഉപേക്ഷിക്കുന്നിടത്തു നിന്നാണ്. അതാണ് മുക്തി എന്ന് പറഞ്ഞത്. മുക്തി നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾക്കാണ്, വിഷയശക്തികൾക്കാണ് മുക്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ദിനം പ്രതി ഓരോ ആഗ്രഹങ്ങൾ പിന്നാലെ പോയാൽ ഇവിടെ എങ്ങനെ നടക്കും? ഇന്ന് വേണ്ടാന്ന് വെക്കും, നാളെ വേറെ ആരും വരുന്നു, മറ്റന്നാൾ വേറെ ആരും വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആഗ്രഹങ്ങൾ തന്നെ വീണ്ടും 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 ചിത്രത്തിൽ വന്ന് അറിയുമ്പോൾ ചിത്രത്തിൽ ഈ വക ആശയമോഹങ്ങളും ഒക്കെ വന്ന് നിറഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെ മുക്തി കിട്ടും? അത് നമ്മുടെ അടുത്ത് വേടോ, ഞാനൊരു കാര്യം ചെയ്യും, ഇവിടെ വിഷയം ഇതാണ്, മുക്തി തരാം. മുക്തി ഇവിടെ ഇപ്പോൾ അവരെ ധാരണ കടയിൽ പോയി പഠിക്കണ മാതിരിയാ. അങ്ങോട്ട് ചെന്നാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. ചിലവർക്ക് ഈ പറയുന്ന ലൗകിക സുഖങ്ങളൊക്കെ അടിച്ചമർത്തിയവരുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ജീവിച്ചു വന്ന പശ്ചാത്തലത്തിൽ
ഒരു ചെറിയൊരു വിരക്തിയൊക്കെ ബാഹ്യമായിട്ടൊക്കെ ഉണ്ടാവും, ഒളിച്ചോട്ടൊക്കെ ഉണ്ടാവും. അവരും വരുന്നുണ്ട് ഈ മുക്തിയോടെന്ന് പറഞ്ഞ്. അവരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പിന്നെ ഈ വഴിക്ക് തന്നെ വരില്ല. അപ്പൊ മുക്തിരായരോടെ നിൽക്കട്ടെ. സാധാരണ എല്ലാവർക്കും അതിലേക്ക് വരാൻ കഴിയില്ല. അവിടെ പലതും നിൽക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ ഒരു മറ്റൊരു തലമാണത്. അതിലേക്ക് സാധാരണക്കാർക്ക് പരിവർത്തനപ്പെട്ട് വരാൻ പറ്റില്ല. കാരണം അവിടെ വലിയൊരു പരിവർത്തനം നടക്കുന്നത്, സ്ഫോടനം നടക്കുന്നുണ്ട് ജീവിതത്തിന്. ജന്മാന്തരങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെതായ നമ്മൾ സംയമനം ചെയ്താൽ നമുക്കതൊക്കെ മനസ്സിലാവും, നമുക്കറിയാൻ പറ്റും അതിൻ്റെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കി വരുമ്പോൾ അവര് ഇതിൽ നിന്ന് പിന്തിരിയാൻ, അതിൽ നിന്ന് അവര് പിന്നിട്ട് വന്നിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല. പക്ഷെ അവിടുത്തെ പോരാളികൾ തീർക്കാനാണ്. ആവാം